ഹലോ. അപ്പോ കുറച്ച് പേര് എൻ്റെ അടുത്ത് വീണ്ടും ഇന്റർവ്യൂ സെഷൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് ഇന്റർവ്യൂ സെഷൻ ആൻഡ് ദാറ്റ് ഇസ് വിത്ത് ഗിരീഷ് കേറ്റി. ഗിരീഷ് കേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗിരീഷ് കേറ്റി ഇസ് ഡൂയിങ് PhD at യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രോണിംഗൻ, നെതർലൻഡ്സ്. ആൻഡ് ഗിരീഷ് എൻ്റെ കൂടെ തന്നെ മാസ്റ്റേഴ്സ് ചെയ്തത് ISET-TVM. സോ ഗിരീഷിനെ പറ്റി നമുക്ക് ഗിരീഷിനോട് തന്നെ ചോദിക്കാം. ഇൻട്രൊഡ്യൂസ്. ഇൻട്രൊഡ്യൂസ് ഗിരീഷ് കെട്ടി, യൂണിവേഴ്സിറ്റി ഓഫ് റോണിംഗനിലാണ് ഞാൻ PhD ചെയ്യുന്നത്. പിന്നെ എന്താ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോ. എന്തിലാണ് PhD ചെയ്യുന്നത്? ഇപ്പോ ഞാൻ PhD ചെയ്യുന്നത് സോളാർ സെൽസിലാണ്. അതിൽ പെറോസ്കൈറ്റ് സോളാർ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡിലാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ. യെസ്. അപ്പോ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇത് 30 മിനിറ്റ് നമ്മളെ റെക്കോർഡ് ചെയ്തിട്ട് അത് ഞാൻ സേവ് ചെയ്യാൻ മറന്നു പോയതുകൊണ്ട് രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നതാ. അങ്ങനെ സഹകരിക്കുന്ന ഒരാളെ കിട്ടണമെങ്കിൽ അത് ഗിരീഷ് കേറ്റി മാത്രമേ ഉണ്ടാവൂ. എന്റെ ഐസറിലെ ലൈക് PhD ആപ്ലിക്കേഷൻ ആ സമയത്ത് കട്ടയ്ക്ക് ഇമോഷണൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഗിരീഷ് കേറ്റി. ആൻഡ് എന്റെ ലൈഫിൽ ഒരു ഫോൺ എ ഫ്രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഗിരീഷ് കേറ്റിനെ ആഡ് ചെയ്യും. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം വിളിക്കാം. എനിക്ക് എന്തെങ്കിലും ചെറിയ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഗിരീഷിനെ വിളിക്കും. എടാ ഇങ്ങനൊക്കെ സംഭവിച്ചു, അപ്പൊ എന്താ ചെയ്യാ? അവൻ പറയും നിന്നെ ഇപ്പൊ ആൾക്കാർ കൊണ്ടുപോയിക്കോളും. അങ്ങനെ പറയാം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഗിരീഷ് കേറ്റി. ഇനി ഈ ഞാൻ ചോദിക്കാം. ഡയലോഗ് നീ എഴുതി വെച്ചാണോ? ഇത് നേരത്തേലൊന്നും അല്ല, പറഞ്ഞല്ലേ? ഇത് ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഇതെനിക്ക് ഓക്കെ. മനസ്സിൽ ഓർമ്മ വന്നത് വെച്ചാൽ പറഞ്ഞു. അപ്പൊ how is your PhD life at Netherlands? അത് How is your PhD life at Netherlands ന്ന്? ഇവിടെ എന്താ അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാവരും അടിപൊളി. ലാബും എല്ലാം അടിപൊളി. വർക്ക് എൻവയോൺമെന്റും അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ ഇങ്ങനെ സൂപ്പറായിട്ട് പോകുന്നു. വർക്ക് ഫുൾ ഓൺ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് തന്നെ അതിന്റെ ഫ്ലോയിൽ അങ്ങനെ പോകുന്നു. കുറെ പേരുണ്ട് ഇവിടെ അറിയാവുന്ന. അപ്പോ പിന്നെ എല്ലാരും യൂറോപ്പിൽ തന്നെ ഉണ്ട് കുറെ പേര്. ലൈഫ് കുഴപ്പമില്ലാതെ പോകുന്നു. Okay. So, ഗിരീഷിന്റെ റിസർച്ച് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ലൈക് ഇപ്പൊ ചെയ്യുന്ന എക്സ്പീരിയൻസ് അല്ല, ലൈക് ഇതുവരെ ഉണ്ടായിരുന്ന റിസർച്ച് എക്സ്പീരിയൻസ്. അങ്ങനെ ചോദിച്ചാൽ കുറെ സ്ഥലത്ത് പോയി വർക്ക് ചെയ്തിരുന്നു. അതില് ഫസ്റ്റ് ഞാൻ പോയി ഇന്റേൺഷിപ്പ് ചെയ്തത് IIT ഗാന്ധിനഗറിലാണ്. അവിടുന്ന് ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോ തിരിച്ചോടി വന്നു ചില അൺഫോർസീൻ സർക്കംസ്റ്റൻസസ് കാരണം. അത് ഞാൻ പറയുന്നില്ല. അത് ഞാൻ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഐസറില് ഒരു നമ്മുടെ ലാബില് സ്മാർട്ട് ലാബില് ജോയിൻ ചെയ്തു ഇന്റേൺഷിപ്പിന്. അവിടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ആയിരുന്നു ഫുള്ള് പരിപാടികള്. പിന്നെ കുസാറ്റിൽ കുറച്ച് ഒരു മാസം പോയി നിന്നിട്ട് വന്നു ഒരു ചെറിയ ഇന്റേൺഷിപ്പ് ആയിട്ട്. പിന്നെ ജർമ്മനിയിൽ ഒരു പ്രാവശ്യം പോയി ഒരു ഇന്റേൺഷിപ്പും ചെയ്തു. പിന്നെ US ഒരു ഇന്റേൺഷിപ്പും ചെയ്തു. വളരെ കുറച്ച് ഭയങ്കര ഇന്റേൺഷിപ്പ് മാത്രം ലക്കി ചെയ്തിട്ടുള്ളൂ. ആയതുകൊണ്ട് കുഴപ്പമില്ല. ഉം. അതെ, ഭയങ്കര ലക്കി ആയതുകൊണ്ട്. അപ്പൊ വളരെ കുറച്ച് ഇന്റേൺഷിപ്പ് മാത്രം ചെയ്തുകൊണ്ട് ഗിരീഷിന്റെ പ്രൊഫൈൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അക്കാഡമിക്സും അതെ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പം ഗിരീഷിന് ഉറപ്പുണ്ടായിരുന്നോ? ലൈക് ഞാൻ എന്തായാലും എനിക്ക് ഗിരീഷിനെ അറിയാവുന്നതുകൊണ്ട് അറിയാം PhD ആണ് നോക്കുന്നതെന്ന് എനിക്കറിയായിരുന്നു. സോ PhD കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചാ 100% ഷുവർ ഒന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അത് ഫണ്ട് അനുസരിച്ചിരിക്കില്ലേ. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് അറ്റ്ലീസ്റ്റ് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്റെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ള ഇവിടെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട്, മീൻസ് അബ്രോഡ് ആണ് ചെയ്യുന്നത് ഉറപ്പായതുകൊണ്ട്, എന്റെ പ്രീവിയസ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഹോപ്പ് തന്നിരുന്നു. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട്. എന്റെ US സൂപ്പർവൈസർ ആണെങ്കിലും ജർമ്മനിയിലെ സൂപ്പർവൈസർ ആണെങ്കിലും. അപ്പൊ ഒരു ചെറിയ ഹോപ്പൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ഹോപ്പ് ഓൾവേസ് ഉണ്ടായിരുന്നു. അപ്പോ US ഗിരീഷ് ചെയ്തത് റൈസ് യൂണിവേഴ്സിറ്റിയിലാണ്. റൈസ് യൂണിവേഴ്സിറ്റിയിലെ മെഹ്ത്ത റൈസ് എഞ്ചിനീയറിംഗ് റൈസ് റിസർച്ച് ബാക്കി എന്താ? ഒന്നുമല്ല. മെറ്റാറൈസ് എഞ്ചിനീയറിംഗ് സ്കോളർഷിപ്പാ. ആ സ്കോളർഷിപ്പിന് സെലക്ട് ആയിട്ടാണ് ഗിരീഷ് US പോയി വർക്ക് ചെയ്തത്. അപ്പൊ ഗിരീഷ് അവിടെ ഒരു 2.5 months വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗിരീഷിന് അവിടെ US റൈസിൽ കിട്ടിയായിരുന്നു, എന്നിട്ട് റിജക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ നെതർലാൻഡ്സിൽ പോയത്.
ഇപ്പോ എനിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എന്തുകൊണ്ട് PhDക്ക് യൂറോപ്പ് ചൂസ് ചെയ്തു? അങ്ങനെ ചോദിച്ചാ ഐ മീൻ ഇവിടെ കുറച്ചുകൂടി എനിക്ക് 2 എക്സ്പീരിയൻസും വെച്ച് നോക്കുമ്പോ ഇവിടെ കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. കുറച്ചുകൂടി ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇവിടെയാണ് കൂടുതൽ എന്നുള്ളതായിട്ട് തോന്നി. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ 24 ഹവേഴ്സ് പണിയെടുക്കണം അങ്ങനെയൊന്നുമല്ല. ഇവിടെ കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിളും ആയിട്ട് എനിക്ക് തോന്നി അവിടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ. ഐ മീൻ അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എപ്പോ വേണേലും വർക്ക് ചെയ്യാം. ബട്ട് എനിക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി അതിലേക്ക് പോവാൻ ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ചും കൂടി ബാലൻസ് കുറച്ചുകൂടി ഉള്ളതുകൊണ്ടാണ് ഇവിടെ ചൂസ് ചെയ്തത്. പിന്നെ യൂറോപ്പിൽ കുറച്ചുകൂടി എനിക്ക് മീൻസ് വേറെ സ്ഥലങ്ങളിലൊക്കെ പോവാനൊക്കെ കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ട്. വേറെ കൺട്രീസിലൊക്കെ പെട്ടെന്ന് പോവാം. ആൻഡ് ട്രാൻസ്പോർട്ട് ഒക്കെ ഇവിടെ ഭയങ്കര ഈസിയാണ്, ചീപ്പാണ്. യുഎസിൽ കുറച്ചുകൂടി ഒരു കാർ സിസ്റ്റം, കാർ വേണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇവിടെ ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പോ ഇപ്പോ PhDക്ക് ഇവിടെ വന്നതിന് ശേഷം ഏതൊക്കെ കൺട്രീസിൽ പോയി? ഇപ്പൊ വന്നതിന് ശേഷം ഇവിടെ നെതർലാൻഡ്സിൽ പോയി, ജർമ്മനിയിൽ പോയി, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ 2 രാജ്യത്ത് പോയി. പിന്നെ സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ അവിടെയൊക്കെ പോയി. ഉം. അപ്പൊ ഗിരീഷ് 4 കൺട്രീസിൽ പോയി. അതിന് നെതർലൻഡ്സ് കൂട്ടണമല്ലോ. കൂട്ടണം. 3 കൺട്രീസ്. അങ്ങനെയൊന്നും നോക്കണ്ട. എല്ലാം യൂറോപ്പ് തന്നെയല്ലേ. പിന്നെ ഗിരീഷ് എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഇനി അടുത്ത പ്രാവശ്യം ഗിരീഷിനെ കാണാൻ ഞാൻ നെതർലൻഡ്സിൽ പോകുന്നതായിരിക്കും. സോ മൈ അത് നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ വരണം. യാ അത് കഴിഞ്ഞിട്ട് നീ ജർമ്മനിയില് ബോർഡർ കുത്തത്തുള്ളന്നോ? ആ ബോർഡർ ഞാൻ ക്രോസ് ചെയ്യണമെങ്കിൽ ഇനി ഇവിടെ ഇവരൊക്കെ വരണം. ഓക്കേടാ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ലൈക് നമ്മുടെ ഇന്ത്യയിലെ റിസർച്ച് അറ്റ്മോസ്ഫിയർ ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ യൂറോപ്പ് റിസർച്ച് അറ്റ്മോസ്ഫിയർ അല്ലേ? കുറച്ചൊക്കെ ഡിഫറൻസ് ലാബ്സ് ഉണ്ട് ഇപ്പോഴും. ലൈക് ഇവിടെയും 9 to 5 അല്ലാതെ വർക്ക് ചെയ്യുന്ന ലാബ്സ് ഒക്കെ ഉണ്ട്. ഇല്ല ആരാ പറഞ്ഞത് ലാബ് 9 to 5 അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇവിടെ പിന്നെ എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് വരുമ്പോ അതിനൊരു കമ്പാനിയൻ വേണം. അല്ലെങ്കിൽ ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ഉള്ള വർക്ക് ചെയ്യുമ്പോ ഇന്ന ടൈമിന്റെ ഉള്ളിൽ മാത്രം, അതായത് എമർജൻസി സർവീസ് ഉള്ള ടൈമിൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൂ. ഇവിടെയും എനിക്ക് മീൻസ് 9 to 5 ഒരിക്കലും PhD വർക്ക് അല്ലല്ലോ. അപ്പോ ഇവിടെയും നാട്ടിലെപ്പോ വർക്ക് ചെയ്യാം. ബട്ട് അതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 8 മണിയൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ആരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മീൻസ് ഇവിടെ നാട്ടിൽ പിന്നെ അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ നല്ലൊരു എൻവയോൺമെന്റ് ആണ് എല്ലാം കൊണ്ടും. ഉം. ആ പിന്നെ എനിക്ക് കുറെ മീൻസ് എന്നോട് കുറെ പേര് എഴുതി ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നമ്മള് PhDക്ക് വരുമ്പോ നമുക്ക് സാലറി ഉണ്ടോ സ്റ്റൈപ്പൻഡ് ഉണ്ടോ അതോ നമ്മൾ തന്നെ സെൽഫ് ഫണ്ട് ചെയ്താണോ അതിനൊരു ക്ലാരിറ്റി കൊടുക്കണം എന്ന് എനിക്ക് തോന്നി ലൈക്ക് നമ്മൾ PhD എന്ന് വെച്ചാൽ ശരിക്കും ഇവിടെ ഒരു വർക്ക് കോൺട്രാക്റ്റിലാണ് വരുന്നത് അപ്പൊ നമ്മൾ ശരിക്കും ഇവിടെ ജോബ് തന്നെയാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? അത് എന്നോടും കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്താ പാർട്ട് ടൈം പണിയെടുക്കണോ? എന്റെ പഴയ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിക്കാറുണ്ട് പാർട്ട് ടൈം പണിയെടുത്താണ് ഇവിടെ വരുന്നത്, എവിടാ ജീവിക്കുന്നത്, അങ്ങനെയാണ് പൈസ കിട്ടുന്നത്, ലോണ് എങ്ങനെയുണ്ട് എന്നൊക്കെ. ബട്ട് അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ നമുക്ക് PhD എന്ന് വെച്ചാൽ ജോബ് കോൺട്രാക്ട് ആയിട്ട് തന്നെയാണ് തരുന്നത്. അപ്പൊ നമുക്കും ഒരു ഫിക്സഡ് കോൺട്രാക്ട് ഉണ്ട്. ആ ടൈമിൽ നമുക്ക് അതിൻ്റെതായ സാലറി ഉണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇതൊരു ജോബ് ആയിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. അപ്പോ അതൊരു മിസ് എന്താ പറയാ തെറ്റായ ഇൻഫർമേഷൻ ആണ്. അതെ ലൈക് ഇന്ത്യയിലാണെങ്കിൽ കുറെ പേര് ചിന്തിക്കുന്നുണ്ട് ഇറ്റ്സ് ലൈക്ക് ഒരു സ്റ്റഡീസ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷെ ഇന്ത്യയിലെ PhDയും അതൊരു ജോബ് അല്ലേ ആക്ച്വലി ഇന്ത്യയിലെ ഒരു ഒരു ജോബ് പോലെ റിസർച്ച് ആണ് തന്നെയാണ് ഓൾറെഡി. അതെ. നമ്മൾ റിസർച്ച് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും റിസർച്ച് ഫീൽഡിലായതുകൊണ്ട് നമ്മൾ എന്തായാലും കുറെ പഠിച്ചേ പറ്റൂ അത് നമ്മുടെ വർക്കിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഒരു കണക്കിന് നല്ലതുമാണ്. നമ്മൾ ഇവിടെ PhDs ആവുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കൺട്രീസിലും അതിനൊരു സ്റ്റുഡന്റ് സ്റ്റാറ്റസും ഉണ്ട്, എന്നാൽ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റുഡൻസിന്റെ ഒരു ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. മീൻ നമ്മള് കോഴ്സുകളൊക്കെ ചിലത് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റുഡൻസിന് ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. എന്നാൽ ഒരു എംപ്ലോയ്മെന്റ് അതിൻ്റെതായിട്ടുള്ള സാലറിയും കിട്ടും. അപ്പൊ ഇത് ബെറ്റർ ആണ്. അതെ അതുകൊണ്ടാണ് ലൈക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എബ്രോഡിലെ PhD ചെയ്യാനുള്ള റീസൺ നമുക്ക് സ്റ്റൈപ്പൻഡ് സാലറി കിട്ടുന്നോണ്ടാണ് സെൽഫ് ഫണ്ട് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ടല്ലേ പക്ഷെ
അതൊന്നും എല്ലാ ഇവിടെയും കുറച്ച് പേർക്ക് കമ്പനികൾക്കും സെൽഫ് ഫണ്ട് ചെയ്യുന്നുണ്ട്. അത് ഫീൽഡ് അനുസരിച്ചിരിക്കും. ജനറലി സ്റ്റെം ഫീൽഡിലൊന്നും സെൽഫ് ഫണ്ട് ചെയ്തിട്ട് ചെയ്യുന്നവരെ എന്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഉം. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ലൈക് ഒരു വർക്ക്